ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫ് ടെക് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കേക്കിൻ്റെ വീഡിയോ ആണ്. ഒരു ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതേപോലത്തെ ഒരു ബിരിയാണി പോട്ടിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. കേക്ക് ബാറ്ററി ഉണ്ടാക്കണേക്കാൾ മുമ്പ് നമുക്ക് അപ്പോൾ ബേക്കിംഗ് ട്രേ റെഡിയാക്കി വെക്കണം. അപ്പോൾ ഇതേപോലത്തെ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ട്രേ ആണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് 1 കപ്പ് മൈദയാണ് വേണ്ടത്. അപ്പോൾ ഈ മൈദയിൽ നിന്ന് നമ്മൾ 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം നമുക്ക് കൊക്കോ പൗഡറാണ് ആഡ് ചെയ്യേണ്ടത്. ഇനി 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് വേണ്ടത്. ഇനി വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. നമ്മളിവിടെ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നില്ല. ഇനി കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വിസ്ക് വെച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 4 എഗ്ഗ് എടുക്കാം. ഇനി നമുക്കൊരു ഇലക്ട്രിക് ബീറ്റർ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 1.25 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എഗ്ഗിൻ്റെ സ്മെല്ല് ഒട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഇത് എഗ്ഗ് ബീറ്റ് ചെയ്ത് വൈറ്റ് കളർ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇത് 3 പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്.
ഇലക്ട്രിക് ബീറ്റർ വെച്ച് നല്ല രീതിയിൽ പലരുടെയും പ്രശ്നമാണ് കേക്ക് ഒന്നും റെഡി ആവണില്ല എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ കേക്ക് ഫുള്ളും വിപ്പിംഗ് ക്രീം വെച്ച് കവർ ചെയ്തെടുക്കും. അപ്പോൾ ഈ ടോപ്പിൽ നമ്മൾ ഫസ്റ്റ് വിപ്പിംഗ് ക്രീം വെച്ചതിന് ശേഷം മാത്രം സൈഡിൽ ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നത്.
കാണാൻ ഭംഗിക്ക് വേണ്ടി നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഇതിൻ്റെ പുറമെ വരച്ചു. ഗൈസ്, അപ്പോൾ ദേ കഷ്ടപ്പെട്ട് നമ്മൾ കേക്ക് ഇത്രയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷുഗർ സിറപ്പൊക്കെ ഒന്ന് സെറ്റ് ആകാൻ വേണ്ടി നമ്മൾ കേക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നൈറ്റ് ഫുള്ള് നമ്മൾ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ ദേ അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ കേക്ക്. അപ്പോൾ ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.